മലമ്പുഴയിൽ സിംഹമുണ്ടോ? സിംഹമൊന്നുമില്ല, കങ്കാരുകളുണ്ട്. മലമ്പുഴ ഞാൻ ഏറ്റെടുക്കാം. ഓക്കെ, എന്നാ പിന്നെ മലമ്പുഴയിൽ തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാം. അത് കഴിഞ്ഞ് ബേപ്പൂര് നിർത്താൻ പറഞ്ഞു, നിർത്തിക്കോളൂ. അപ്പൊ മലമ്പുഴയും വേണ്ട ഇങ്ങക്ക്, ബേപ്പൂരും വേണ്ട. എന്നാ പിന്നെ നമ്മളായിട്ടൊരു ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് ബംഗാളിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നോക്കിയാലോ? അതാകുമ്പോ നിങ്ങളൊരു നാഷണൽ ഫിഗറായിട്ട് മാറുകയും ചെയ്യും. എന്ത് ഫിഗർ? നാഷണൽ ഫിഗർ. ഈ വാക്കിന് സ്ഥിരതയില്ലാത്ത ആൾക്കൊന്നും പൊതുപ്രവർത്തനത്തിൽ അധികകാലം നിൽക്കാൻ വേണ്ടി കഴിയില്ല. വാതിലൊക്കെ കൊട്ടി അടച്ചെങ്കിലും ഇപ്പോഴും അൻവറിനെ സിംഹത്തെ പോലെ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ മാത്രമേ കോൺഗ്രസിലുള്ളൂ. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഭാവി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സുധാകർജി കോൺഗ്രസിൽ വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോന്നാ? ഇത് അമ്മായി ചോദ്യം ഒന്നും വേണ്ട കേട്ടോ. നമ്മളെയാണല്ലോ മച്ചമ്പി. അപ്പൊ അൻവറിന് മുന്നിൽ കോൺഗ്രസ് വാതിൽ കൊട്ടി അടച്ച് പൂട്ടിടുന്ന പരിപാടിയിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ആലോചിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം പിറ്റേ ദിവസം വന്ന് പഴയത് തന്നെ ആവർത്തിച്ചതുകൊണ്ട് ആ വാതിൽ ഞങ്ങൾ അടച്ചു. അടച്ചിനെ ഇനി തുറക്കൂല കേട്ടോ. ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാണ്, ഒരു ചർച്ചയില്ല. ഓവർ. ഇനി അവസരമില്ല. അത് ഇറ്റ് ഈസ് ഓവർ. അല്ല, ഒരിക്കൽ കൂടി മുട്ടിയാ തുറക്കുവോ? We made it very clear. No. UDF ഏകകണ്ഠമായെടുത്ത തീരുമാനമാണ്. ചർച്ചയുടെ എല്ലാ വാതിലും അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല അതിനെപ്പറ്റി. അങ്ങനെ അടച്ച വാതിലിലാണ് എങ്ങും നിശബ്ദത. കൂരാക്കൂരിരുട്ടിൽ ഒരു ടോർച്ചൊക്കെ എടുത്തു പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ മുട്ടിയത്. വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത ഇവിടുത്തെ ജനങ്ങൾ അതൊന്നും പരിഹരിക്കാത്ത ഈ ഗവൺമെന്റിന്റെ ശല്യം തീർക്കാൻ കാത്തിരിക്കുകയാണ്. പിന്നെ അൻവറിന്റെ പേരെ പോയതെന്തിനാ? അത് പിണറായി വിജയനെ കുറിച്ചുള്ള കുറ്റങ്ങൾ കേൾക്കാൻ. മഴ, കുറ്റം, അൻവറിന്റെ വീട്. ആഹാ, ഞാനൊന്ന് പറയട്ടെ, മുന്നണിക്ക് ജനങ്ങളുടെ അല്ലാതെ ആരുടെയും സഹായം വേണ്ട ഇവിടെ ജയിക്കാൻ. ഇവിടെ ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. നിലമ്പൂരില് നേതാക്കന്മാരെ തട്ടിയിട്ടിപ്പോ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തള്ളോട് തള്ളാണ്. BJP ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല എന്ന് പറഞ്ഞു. കൂരാക്കൂരിരുട്ട്, എങ്ങും നിശബ്ദത. ടോർച്ചൊക്കെ അടിച്ചു നോക്കി രാഷ്ട്രീയ കേരളം. BJP സ്ഥാനാർത്ഥിനെ കാണാനില്ല. ഓ അതെയോ? ഇല്ലേ? ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴേക്ക് ഹൈക്കമാൻഡിന് എന്തോ ഒരു മണടിച്ച്. അപ്പൊ തന്നെ ചിലർ എന്തൊക്കെയോ മണത്തു. BJP എന്തുകൊണ്ട് ഈ പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നില്ല? ഇനിയാണ് BJPന്റെ ഒരു സ്ട്രാറ്റജി. മത്സരിക്കാനല്ല മത്സരിക്കാൻ ഇറങ്ങുന്നത്, ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. അത് ഞങ്ങളുടെ പാർട്ടിന്റെ ഒരു വിഷനാണ്. സത്യമാണോ ഈ പറയുന്നത്? മത്സരിക്കാനല്ല, ജയിക്കാനാണ്. ഇതൊരു നല്ല സ്ട്രാറ്റജിയാണ്. ഇതുവരെ BJPന്റെ ഒരു പെർഫോമൻസ്, അവിടെ വലിയൊരു പെർഫോമൻസ് ഒന്നും നടന്നിട്ടില്ല. എന്നാലും NDA എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞങ്ങൾ NDA ഇതൊരു ചാലഞ്ച് ആയിട്ട് കാണുന്നു. പക്ഷെ ചലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വന്നില്ല. കെ സുരേന്ദ്രൻ പോലും ഇല്ല. അങ്ങനെ മറ്റേ സിനിമയിൽ മുകേഷിനെ കൊണ്ടുവരുന്ന പോലെ ഒരു കക്ഷിനെ പിടിച്ച് ഏടുന്നോ BJP കൊണ്ടുവന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ഒരു പ്രസ്റ്റീജിയസും ഒരു റെപ്യൂട്ടഡ് ഒരു വ്യക്തിയാണ്. മൂപ്പരെ കണ്ട ഉടനെ BJPക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി, ആരാ? അപ്പൊ ഇപ്പുറത്തിരിക്കുന്ന ആള് ഇവനോട് ചിങ്ങക്കറിയോന്ന്. എല്ലാവരും നോന്നും പറഞ്ഞ് തലയാട്ടാൻ തുടങ്ങി. അദ്ദേഹമാണ് നമ്മുടെ നിലമ്പൂരിന്റെയും വികസിത നിലമ്പൂർ കാഴ്ചപ്പാടിന്റെ ഞങ്ങളുടെ പാർട്ടിന്റെയും NDAന്റെയും റെപ്രസെന്റേറ്റീവ്. സീരിയസ് ആണ്. ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇലക്ഷൻ എടുക്കുകയാണ്. ഇന്ത്യയിലുള്ളതോ കേരളത്തിലുള്ളതോ നിലമ്പൂരിലുള്ളതോ ആയ ഒരു BJPക്കാരനും മൂപ്പരെ അറിയാൻ വഴിയില്ല. കാരണം BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെ മൂപ്പര് കേരള കോൺഗ്രസ് ആയിരുന്നു. ജോസഫിന്റെ പാട്ട് കേട്ട് മടുത്ത് ഞങ്ങൾ ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും തീർച്ചയായിട്ടും. ഓ, അത് പിന്നെ ആർക്കാണ് അറിയാത്തത്? BJP ഒരു വലിയ പാർട്ടിയല്ലേ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ. അല്ല, നിങ്ങളെ പാർട്ടി ഏതായിരുന്നു? ഞങ്ങളുടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ പാർട്ടി വളരുന്തോറും വളരുകയും ചെയ്യുകയാണ്. ഓ, എവിടെയായിരുന്നു ഇത്രയും കാലം? നമ്മളൊക്കെ നിർഭാഗ്യവശാൽ ഞങ്ങളൊക്കെ അതിന്റെ 2ാം തരം നേതാക്കന്മാരായിരുന്നു. അല്ല, നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ? അതിൽ കുറെ പേര് രക്ഷപ്പെട്ടു. ബാക്കി ഞങ്ങളൊക്കെ ഇങ്ങനെ ഈ പല വഴിയിലായി. അല്ല, ഈ പളർപ്പിന്റെ ഇടയ്ക്ക് നിങ്ങൾ എങ്ങോട്ടെല്ലാം തെറിച്ചു പോയി? KSCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, യൂത്ത് ഫ്രണ്ടിന്റെ ഭാരവാഹിയായിരുന്നു, കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഞങ്ങളുടെ പാർട്ടി വളരുമ്പോൾ ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ നിൽക്കും. ശരിക്കും നിങ്ങൾ BJP ആയോ? BJP അംഗത്വം എടുത്തു കഴിഞ്ഞോ? എടുക്കും. എപ്പോ? ഓൺലൈൻ മെമ്പർഷിപ്പാണ്, അതിന്റെ ഒരു കാലതാമസം വരുന്നുണ്ട്. മെമ്പർഷിപ്പ് പിന്നെ മെമ്പറാണ് ഇപ്പോൾ അദ്ദേഹം ഓൾറെഡി. അതെങ്ങനെ? സാധാരണ എങ്ങനെയാ? ആദ്യം മെമ്പർ, പിന്നെ ഷിപ്പ്. ഇവിടെ എങ്ങനെയാ വെച്ചാല് ആദ്യം ഷിപ്പ്, പിന്നെ മെമ്പർ.
ചുമരിലായി ചിത്രം വരയ്ക്കാൻ പറ്റത്തില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വളരെ നിർജ്ജീവമായ പ്രവർത്തനമാണ്. അല്ല, ഇത്രകാലം വളർത്തിയും ഇവിടെ എത്തിച്ച കേരള കോൺഗ്രസിനെ കുറിച്ച് എന്താണ് നിങ്ങളെ ഒരു അഭിപ്രായം? കേരള കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ശക്തിയില്ല. ഈ ഉറുമ്പിന്റെ തലയായിരിക്കുന്നതിനേക്കാൾ നല്ലത് ആനയുടെ വാലായിരിക്കുന്നതാണ്. ആനയുടെ വാലാകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. തീരുമാനിച്ചു. ഇനി BJP എന്തായാലും തീരുമാനമായി. നിലമ്പൂരിൽ മത്സരിക്കാൻ പറ്റില്ല, താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാരെ അവഗണിച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാവരും ഒരു തോക്ക് കയ്യിൽ കരുതുക, എന്നിട്ട് ആകാശത്തോട്ട് വെടിപൊട്ടിക്കുക, സ്വാമീനെ വിളിക്കുക. യാതൊരു വിധത്തിലുള്ള ഒരു സംഘ പാരമ്പര്യമോ അല്ലെങ്കിൽ സനാതനധർമ്മോ അറിയുന്ന ഒരാളെ അല്ല ഇവിടെ അവർ നിർത്തിയത്. പിന്നാരിയാ പള്ളിയിൽ നിന്ന് വരെ വോട്ട് ചോദിക്കാൻ പോയിട്ട് ചവിട്ടിയെടുത്ത് പുറത്തു കളഞ്ഞ ഒരു ജോർജിനെയാണ്. എന്താണ് തമാശയാക്കാണ്? അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സ്വാമിന്റെ ആഗമന ഉദ്ദേശം. ഇതൊരു അനാവശ്യമായ ഒരു ഇലക്ഷൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ. എന്താണ് ഇവരുടെ ഉദ്ദേശം? ആരോട് ചോദിക്കും? ഈ പാവത്തിനെ ഈ ജനങ്ങളിൽ നിന്ന് മാറ്റിക്കണമല്ലേ? ഇതാണോ ഇവരുടെ ഉദ്ദേശം? നടക്കില്ല. NDAയുടെ കാൻഡിഡേറ്റിന് നല്ല വിശ്വാസമാണ്. ഒരു നല്ലൊരു കാൻഡിഡേറ്റിനെ മുമ്പോട്ട് വെക്കുന്നു, വികസനത്തിൽ വിശ്വസിക്കുന്ന ഒരു കാൻഡിഡേറ്റ് മുമ്പോട്ട് വെക്കുന്നു. BJPനെ കുറിച്ചിട്ടുള്ള സ്വാമിന്റെ സനാതന പാർട്ടിന്റെ വിശ്വാസം ഒരു വകയില്ലാത്ത വെറും ഒരു കുന്നുംകുളം പാർട്ടിയായി മാറി കേരളത്തിലെ BJP. കുന്നുംകുളം പാർട്ടി ഡ്യൂപ്ലിക്കേറ്റ് ആണിത്. അല്ല, നിങ്ങൾ അപ്പുറത്തിപ്പുറത്തൊക്കെ കുറെ ആളെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ആരാ? ഇവരൊക്കെ സ്വയംസേവരാ. ആണോ? ഓക്കെ. BJPക്ക് ഹിന്ദുത്വവുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊക്കെ താങ്ങാനുള്ള ശേഷി ആ കൊച്ചു നിലമ്പൂരിന് കൊടുക്കണമെന്ന് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുക. BJP സംബന്ധിച്ചുള്ള ഒരു ദേശീയ പാർട്ടിയല്ലേ, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ. അവരെല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിയല്ലേ കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. ഇനി BJPയുടെ പ്രതീക്ഷയിലോട്ട് കടക്കുകയാണ്. എല്ലാരും മുറുക്കി പിടിക്കുക. അല്ല, പ്രതീക്ഷ അങ്ങനെ ഞാൻ പറയാറില്ല. അല്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് പറയാണ്, ഇത് സാധാരണക്കാരായ നിരപരാധികളുടെ വൈദ്യപഴപ്പിന്റെ പ്രശ്നവും അവരുടെ വേദനയാണ് ഇവിടെ ഹിന്ദു മഹാസഭ ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും നിങ്ങളെ സനാതനായി ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചില്ലേ? അതൊന്നും ബാധിക്കത്തില്ല. ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. KC വേണുഗോപാൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയാണ്. തൃശൂരിലെ പാർലമെന്റിന്റെ ബാക്കിയാണോ ഇത് എന്ന് എല്ലാവരും മനസ്സിൽ ഒന്നെത്തി ചിന്തിച്ചു. അവിടെ എന്താ സംഭവിച്ചെന്നാ? സിമ്പിൾ. ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. പ്രതിപക്ഷത്തിന്റെ നിലമ്പൂരിലെ അവസ്ഥ എന്താണ്? സുധാകർജി വിലയിരുത്തുകയാണ്. ആ പ്രതിപക്ഷത്തിന് അല്ലെങ്കിലും ഇവിടെ അത്രയല്ലേ ഉള്ളൂ. അവർക്ക് തന്നെ അറിയാം, അവർക്ക് സ്വാധീനമില്ല, അവർക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയാം. വെച്ചത് BJPക്കെതിരെയാണെങ്കിലും സുധാകർജിയുടെ വെടി കൊണ്ടത്